ഞങ്ങളവിടെ ഉത്സവമായിട്ടോ. അപ്പൊ ഞാൻ നേരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ടാട്ടോ പോകുന്നത്. പണ്ടൊന്നും ഉത്സവത്തിന് ഇങ്ങനെ പോകാറില്ല കേട്ടോ, കാരണം കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ എന്ന് പറയുന്നത് പണ്ട് ഉപ്പ ഞങ്ങൾക്ക് ഒരു ആപ്പിളിന്റെ ഷേപ്പിലുള്ള ബലൂൺ വാങ്ങി തരുമായിരുന്നു. അതാണ് കേട്ടോ ഓർമ്മ. ആകെ അത് മാത്രമേ ഞങ്ങൾക്ക് ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു മൈൻഡിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. കാരണം അവരെയും കൊണ്ട് വാങ്ങിത്തരാൻ അതേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങളത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജനലിന്റെ കമ്പിയുമേ കെട്ടിയിടുമായിരുന്നു കേട്ടോ. അത് പൊട്ടി നാശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ശ്രദ്ധയോടെയായിരുന്നു ഞങ്ങൾ കൊണ്ടു കിടക്കുക. കാരണം അത്രയും സ്പെഷ്യൽ ആയിരുന്നു ഞങ്ങൾക്ക് അത് കേട്ടോ. പണ്ട് അതേമാതിരി ഞങ്ങൾക്ക് ഈ പരിപാടി ഒന്നും കാണാൻ പറ്റില്ലുണ്ടായിരുന്നില്ല. റോട്ടിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിൽക്കും. അപ്പൊ അവർ ഈ താലം കൊണ്ട് പോകുന്നതും ഈ പരിപാടി കളിച്ച ആൾക്കാർ പോകുന്നതും ഒക്കെ കാണുന്നല്ലാണ്ട് പരിപാടി കളിക്കുന്നതോ ആ പരിപാടി എങ്ങനെയാണോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരിക്കലും ഉപ്പാന്റെ അനിയൻ ഞങ്ങളെ മേലെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പൊ ഞങ്ങള് കുടുംബത്തിലധികം പെൺകുട്ടികളാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നാട്ടോ പോയത്. ഇവിടുന്ന് ഒരു കുന്ന് കയറണം, കുറേ നടക്കാനും ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ പോയിട്ടോ. അത് നല്ലൊരു രസമായിരുന്നു. അത് നല്ലൊരു ഓർമ്മയാണ് കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെയാണ് പോയിട്ടുള്ളത്. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ കെട്ടിയോനാട്ടോ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ തുടങ്ങിയത്. മേലെ കൊണ്ടുപോകുന്നതും ടൗണിൽ ഇറങ്ങി നിന്ന് ഞങ്ങൾ പരിപാടി കാണുന്നതും ഒക്കെ അതിന് ശേഷം കേട്ടോ. ഇപ്പൊ ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് എവിടെ പോവാണെന്നുണ്ടെങ്കിലും എന്റെ മോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾ വാങ്ങി കൊടുക്കും കേട്ടോ. നമ്മളെയും കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇന്നലെ പോയപ്പോഴും അവൾക്ക് തീവണ്ടി വേണം എന്ന് പറഞ്ഞ് വാശിയായിരുന്നു. അത് വാങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ എവിടെയോ അവൾ ഐസ്ക്രീം കണ്ടു. പിന്നെ ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞ് പൂരം വാശിയായിരുന്നു. അങ്ങനെ അതും വാങ്ങി കൊടുത്തു കേട്ടോ. പിന്നെ ഉത്സവമൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അത് ഇന്നാണ് താലം. ഇന്നലെ ലക്ഷദ്വീപ് സമർപ്പണമായിരുന്നു. അപ്പൊ ഇന്നാണ് താലം. അത് ഇന്നിനി താലം കാണണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് എപ്പോഴാ എത്തുക എന്നറിയില്ല. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കാണണം.